മുഖമൊക്കെ ഇങ്ങനെ ഇടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ മുഴച്ചിരിക്കുകയാണ്. മൂക്കിൽ നിന്നിങ്ങനെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. ഈ മുഷ്ടി ചുരുട്ടിയിട്ട് തലക്കിടിക്കുകയാണ്. ഇടിച്ചിട്ട് ആ ഇടി പല ഭാഗത്തും കൊടുക്കുകയാണ്. അതിനുശേഷം എന്ന് വെച്ചാൽ ഈ മൊബൈൽ ചാർജറില്ലേ, ചാർജറിൻ്റെ വയറുണ്ടല്ലോ, ആ വയറ് കൊണ്ട് കഴുത്തിൽ കുടുക്കിട്ടിട്ട് മുറുക്കി വലിക്കുകയാണ്. അപ്പോൾ കൊലപാതകത്തിൻ്റെ ഒരു ശ്രമമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. പിന്നീട് ഈ ചുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മലത്തി, മേൽചുണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഉയർത്തി, അതിനുശേഷം പുറകിന് കയറി ഞെക്കി, പിന്നെ കുനിച്ച് നിർത്തിയിട്ട് ഇവളെ ഇട്ടിക്കുകയാണ്. അതിനുശേഷം ഇവൾ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചപ്പോൾ അവൻ പിടിച്ചിട്ട് മെയ് 5-ാം തീയതിയാണ് പന്തീരങ്കാവ് സ്വദേശിയായ രാഹുലുമായി പറവൂർ സ്വദേശി നീമയുടെ വിവാഹം നടക്കുന്നത്. അതിനുശേഷം ഇന്നലെ നീമയുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും പന്തീരങ്കാവ് എത്തിയതിന് ശേഷമാണ് നീമയ്ക്ക് നേരിട്ട ഒരു ദുരവസ്ഥയെക്കുറിച്ച് അറിയുന്നത്. ഏതായാലും നീമയുടെ പിതാവ് ഹരിദാസ് തന്നെയാണ് മീഡിയ വണ്ണിനോടൊപ്പം ചേരുന്നത്. അച്ഛൻ, നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് നടന്നിട്ടുള്ളത്. എന്താണ് നടന്നിട്ടുള്ളതെന്നൊന്ന് വിശദീകരിക്കാമോ? പറയാം. അതായത് ഞങ്ങൾ ഈ വിവാഹത്തിന് ശേഷം ഈ അടുക്കള കാണൽ ചടങ്ങ് എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ 26 പേര്, കുട്ടികൾ ഉൾപ്പെടെ ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഇന്നലെയാണ് ഈ വരൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ പ്രതീക്ഷിച്ച് എൻ്റെ മകളും ഈ വരനും കാത്തു നിൽപ്പുണ്ടാകും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അവരെ കണ്ടില്ല. കാണാതെയായപ്പോൾ മകളെന്ത് ചെയ്യുന്നത് എൻ്റെ ഭാര്യ ചോദിച്ചു. മകൾ ഡ്രസ്സ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് കാണാതെയായപ്പോൾ വീണ്ടും ചോദിച്ചു അപ്പോഴാണ് മകൾ പതുക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അപ്പോൾ എൻ്റെ മകളാണ് എന്ന് തന്നെ എനിക്ക് മനസ്സിലായില്ല. കാരണം മുഖമൊക്കെ ഇങ്ങനെ ഇടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ മുഴച്ചിരിക്കുകയാണ്. മൂക്കിൽ നിന്നിങ്ങനെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. പിന്നെ അവർ ചെയ്ത പ്രവൃത്തി എന്ന് വെച്ചാൽ ഈ മുഷ്ടി ചുരുട്ടിയിട്ട് തലക്കിടിക്കുകയാണ്. ഇടിച്ചിട്ട് ആ ഇടി പല ഭാഗത്തും കൊടുക്കുകയാണ്. അതിനുശേഷം എന്ന് വെച്ചാൽ ഈ മൊബൈൽ ചാർജറില്ലേ, ചാർജറിൻ്റെ വയറുണ്ടല്ലോ, ആ വയറ് കൊണ്ട് കഴുത്തിൽ കുടുക്കിട്ടിട്ട് മുറുക്കി വലിക്കുകയാണ്. അപ്പോൾ കൊലപാതകത്തിൻ്റെ ഒരു ശ്രമമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. പിന്നീട് ഈ ചുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മലത്തി, മേൽചുണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഉയർത്തി, അതിനുശേഷം പുറകിന് കയറി ഞെക്കി, പിന്നെ കുനിച്ച് നിർത്തിയിട്ട് ഇവളെ ഇട്ടിക്കുകയാണ്. അതിനുശേഷം ഇവൾ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചപ്പോൾ അവൻ പിടിച്ചിട്ട് ബെൽറ്റിനടിക്കുകയാണ്. ശരീരം ആസകലം ബെൽറ്റിനടിക്കുകയാണ്. അപ്പോൾ മാനസികമായിട്ട് എൻ്റെ മകൾ വളരെയധികം പീഡനം അനുഭവിച്ചതിന് ആ മനസ്ഥിതിയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഏതെങ്കിലും സ്ത്രീധനത്തിൻ്റെ എന്തെങ്കിലും വിഷയമോ അല്ല എന്താണ് ഇങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് എത്തിയെന്നാണ് കരുതുന്നത്? അത് സ്ത്രീധനം പോരാ എന്നുള്ള ഒരു രീതിയാണ് ഈ അമ്മയും പെങ്ങളും ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. പിന്നെ അവർക്ക് കാറ് വേണ്ടിയിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ചുരുക്ക് ഇവനുണ്ടായിരുന്നു. അമ്മ ഈ പെങ്ങളും ഇങ്ങനെ പ്രേരിപ്പിച്ച് അതാണ് ഇവൻ എടുത്തിട്ടത്. അപ്പോൾ ഇവൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നും മകൾ പറഞ്ഞു. രാത്രി ഒരു 2 മണിക്ക് ശേഷമാണ് എവിടെയോ പുറത്തു പോയിട്ട് ഇവൻ വന്ന് ഈ മർദ്ദനം നടത്തിയത്. നീമ ഇതുമായിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ അച്ഛനോട് അമ്മയോട് ഫോണിൽ സംസാരിക്കുമ്പോൾ? ഫോൺ ഇവൻ്റെ കസ്റ്റഡിയിലായിരുന്നു. അവൾ വിളിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും ഫോൺ അവൻ കൊടുത്തിരുന്നില്ല. അപ്പോൾ എന്നെ വിളിച്ചു അല്ലെങ്കിൽ എൻ്റെ അവളുടെ അമ്മയെ വിളിച്ച് പറയാനായിട്ടുള്ള സാഹചര്യം അവിടെ സൃഷ്ടിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അവൾ ഒരുപാട് വേദനിച്ചു. അവിടെ കിടന്ന് വാവിട്ട് കരഞ്ഞു. പക്ഷേ AC റൂമായതുകൊണ്ട് ഈ ശബ്ദം പുറത്തേക്ക് പോയിരുന്നില്ല. എങ്ങനെയോ വാതിൽ നിന്ന് പുറത്തേക്ക് ചാടാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് ഓടിച്ചിട്ട് അവൻ പിടിച്ചിട്ട് വീണ്ടും മർദ്ദിച്ചത്. അപ്പോൾ ഒരു കൊലപാതക ശ്രമമാണ്, സ്ത്രീധനത്തിൻ്റെ പേരിൽ കൊലപാതക ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. നമ്മൾ പന്തീരങ്കാവ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, അവർ കേസ് എടുത്തിട്ടുണ്ട്. ഇനി എന്തായിരിക്കും ബാക്കി നിയമ നടപടി? പന്തീരങ്കാവ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ അവിടുത്തെ പോലീസ് പറഞ്ഞത് നിങ്ങൾ ആദ്യം താലൂക്ക് ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടറുടെ ഒരു ഇൻറ്റിമേഷൻ കിട്ടണം എന്നാണ്. അങ്ങനെ ഞങ്ങൾ ഫറൂഖ് താലൂക്ക് ആശുപത്രിയിൽ ചെന്നിട്ട് ചികിത്സ തേടി അവിടുത്തെ ഒരു ഇൻറ്റിമേഷൻ ഈ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. പക്ഷേ പോലീസിൽ നിന്ന് മാന്യമായിട്ടുള്ള ഒരു നീതി ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ്. ഞങ്ങൾ 1.5 മണിക്കാണ് ഞങ്ങളവിടെ ചെലുത്തത്, രാത്രി 7 മണി വരെ. അപ്പോൾ കുട്ടികളൊക്കെ വിശന്നും തളർന്നും അവശരായിരുന്നു. അക്കാര്യം ഞങ്ങൾ പറഞ്ഞിട്ട് പോലും അവരത് അനുസരിച്ചില്ല. എന്നിട്ട് ഞങ്ങൾ 7 മണിക്ക് നിർത്തിയിട്ടാണ്. പക്ഷേ ഞാൻ പരാതിയിൽ കൊടുത്ത വാചകങ്ങളൊന്നും അതിൽ ചേർത്തിട്ടില്ല. കേവലം ഗാർഹിക പീഡനം, വളരെ സിമ്പിളായിട്ട് അവനെ രക്ഷപ്പെടുത്താനായിട്ട്, റിമാൻഡ് ചെയ്യാതിരിക്കാനായിട്ടുള്ള പോംവഴികളാണ് അവർ FIR ചേർത്തിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, സർ, ഒരു ഉത്രയുടെയും വിസ്മയുടെയും ഒരു സ്ഥിതി എൻ്റെ മകൾക്ക് ഉണ്ടാവരുത്.
അപ്പോൾ അവർ പറഞ്ഞത് അത് ഈ മീഡിയക്കാർ ഈ ചാനലുകാരും പത്രക്കാരും ഒക്കെ അതിങ്ങനെ എഴുതി വിടുന്നതല്ലേ എന്നാണ് എന്നോട് മറുപടി പറഞ്ഞത്. ഞാൻ പറയും ഇത്രയും ചെയ്തിട്ട് അയാളെ റിമാൻഡ് ചെയ്യാനായിട്ട് വല്ല വകുപ്പില്ലേ അതിൽ ചോദിച്ചു. അങ്ങനെ വകുപ്പുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, എനിക്കറിയില്ല വകുപ്പുണ്ടാവുമെന്ന്, നിങ്ങൾ പറയൂ. അപ്പോൾ എന്നെ ഒരു എന്താണ് മോശക്കാരനാക്കി കളിയാക്കി. നിങ്ങൾ ജോലിക്കാരനായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ സർക്കാർ ജീവനക്കാരനായിരുന്നു, ഇപ്പോൾ ഞാൻ ഒരു ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അയാൾ കാര്യമായിട്ട് മിണ്ടില്ല. അപ്പോൾ ഒരു മാന്യമായ ഒരു നീതി എനിക്ക് ലഭിച്ചില്ല എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ പറയുന്നു. ഈ ഇവിടെ റൂറൽ പോലീസിൽ പരാതി നൽകുമോ? നമ്മുടെ ഇവിടെ എറണാകുളത്തേക്ക് കേസ് മാറ്റാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എറണാകുളത്തേക്ക് കേസ് മാറ്റണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനാണ് ഇപ്പോൾ വക്കീലായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വക്കീലായിട്ട് സംസാരിച്ചതിന് ശേഷം അതിൻ്റെ തുടർ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ഏതായാലും ഇവൻ ജർമ്മനിയിലാണ്. ജർമ്മനിയിലേക്ക് ഇവൻ പോകാൻ ഇവർ രക്ഷപ്പെടാനായിട്ട് അനുവദിക്കരുത്. ഇതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവന് റിമാൻഡ് ചെയ്യണമെന്നുള്ളതാണ്. ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയാൽ പോലും കേസെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്രയും ക്രൂര പ്രവൃത്തി ചെയ്തിട്ട് ഒരു ആക്ഷനും ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എടുക്കാതിരുന്നത് വളരെ കഷ്ടം തന്നെയാണ്. അതെ, അത് തന്നെയാണ്. അതായത് കേരളത്തിൽ ആവർത്തിക്കരുത് എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. അതിൻ്റെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ചില സമീപനങ്ങൾ കൂടി ഉണ്ടാക്കുന്നത് ഏതായാലും വിഷമിപ്പിക്കുന്ന സംഭവമാണ്. ഏതായാലും അച്ഛൻ ചെയ്ത ഒരു മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ മകളുമായി വീട്ടിലേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും രാഹുലിനെതിരെ കർശന നടപടി എടുക്കണം എന്നതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. വിദ്യുത് തടത്തിലിനൊപ്പം കൊച്ചിയിൽ നിന്നും ഷംനാഷും, മീഡിയ 1.